സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ അങ്ങനെ ഇന്ത്യയിൽ റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. ഇതൊരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഈ ഒരു മൂവി കാണുവാനായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഹയർ എക്സ്പെക്ടേഷൻസ് വെക്കാതെ ഒരു സാധാരണ സ്പൈഡർമാൻ മൂവി കാണുന്ന ആ ഒരു ലാഘവത്തോടു കൂടി മാത്രമേ മൂവിയെ സമീപിക്കാവൂ. ആദ്യം തന്നെ ഈ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില പോസിറ്റീവ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ മൂവിയിൽ വന്നിട്ടുള്ള ടോം ഹോളണ്ട്, സെൻഡയ, സേഡി സിംഗ്, മാർക്ക് റഫലോ തുടങ്ങിയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും അവരുടെ ഭാഗം വളരെ നീറ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. എസ്പെഷ്യലി ടോം ഹോളണ്ടിന്റെ അരക്കനറ്റ് ജീൻ ഇൻക്രീസ് ആവുന്ന ആ ഒരു ടൈമിലുള്ള ആക്ടിംഗ് ലെവലാണെങ്കിലും അതുപോലെ തന്നെ ഇമോഷണൽ സീക്വൻസിലുള്ള സേഡി സിംഗിന്റെയും സെൻഡയുടെയും പെർഫോമൻസുകളെല്ലാം തന്നെ എടുത്തു പറയേണ്ടവ തന്നെ. രണ്ടാമതായി ഏറ്റവും എടുത്തു പറയേണ്ടവയാണ് ഈ ഒരു മൂവിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ. ഈവൻ ദോ ജസ്റ്റ് മോണ്ടാജിലൂടെ വരുന്ന സീക്വൻസുകളാണെങ്കിലും ഇടയ്ക്ക് വരുന്ന ഫൈറ്റിംഗ് സീൻസ് ആണെങ്കിലും അവസാനം വരുന്ന ക്ലൈമാക്സ് ഫൈറ്റിംഗ് സീക്വൻസുകളാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പയറിംഗ് ടു അതർ മൂവീസ്, അതായത് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്ന ടോം ഹോളണ്ടിന്റെ മൂവീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇമോഷണലി നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മൂവി എടുത്തു വെക്കുവാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. ഈവൻ ദോ നോവേ ഹോമിൽ ഒരു പരിധി വരെ അത് കൊണ്ടുവന്നിരുന്നതാണ് എങ്കിൽ തന്നെ അതിന്റെ ഒരു പ്രോപ്പർ കംപ്ലീഷൻ കൊണ്ടുവന്നത് ഈ ഒരു മൂവിയിലാണ്. മൂവി കണ്ടവർക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ട പോലെ ഒരു വളരെ ജോളി ആയിട്ടോ എൻജോയ്മെന്റ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാൻ വേർഷൻ അല്ല നമ്മളിവിടെ കാണുന്നത്. മറിച്ച് കുറച്ചുകൂടി സീരിയസ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സ്പൈഡർമാനെ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മൂവിയിൽ വരുന്ന ക്യാമിയോ. പ്രധാനപ്പെട്ട ക്യാമിയോസിനെ എല്ലാം തന്നെ ഓൾറെഡി ട്രെയിലറിലൂടെ കാണിച്ചിരുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ഒരു ക്യാമിയോയും നമുക്ക് ഈ ഒരു മൂവിയിലൂടെ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ നമ്മൾ എല്ലാവരും തന്നെ വളരെയധികം വെയിറ്റ് ചെയ്തിരുന്ന ഒരു ക്യാമിയോ വേർഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് മൂവിയിൽ പിന്നീട് ആരും കൊണ്ടുവന്നില്ല. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. എനിവേ, സ്പൈഡർമാൻ എന്ന ക്യാരക്ടർ ഇവർ കൃത്യമായി റൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ ഇമോഷണൽ എന്താവുമെന്നും എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ കൃത്യമായിട്ട് തന്നെയാണ് ഈ ഒരു മൂവിക്ക് വേണ്ടി കൊണ്ടുവന്നത്. പക്ഷേ മൂവിയുടെ എൻ്റയർ പ്ലോട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു വീക്ക്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് എൻ്റയർ സ്റ്റോറി ബിൽഡ് ചെയ്തപ്പോൾ സ്പൈഡർമാനെ മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്തുള്ളൂ. ചുറ്റുമുള്ള ക്യാരക്ടേഴ്സിനെ ആരെയും ഇവിടെ മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് ഈ ഒരു മൂവിയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും, അതായത് പല ട്വിസ്റ്റായിട്ട് കാണിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ സ്പൈഡർമാൻ ഗെയിം കളിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പല കാര്യങ്ങളും ഇച്ചിരി എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് ഈസിലി ഈ സാധനം നമ്മൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഫീലിങ്സ് വരുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് തന്നെയാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്ന സ്വിങ്ങിങ് സീൻസുകൾ. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന ടോബി മഗ്വയറുടെ ആണെങ്കിലും ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ ആണെങ്കിലും ഈവൻ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ വേർഷനാണെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്വിങ്ങിങ് ആയിട്ടുള്ളൊരു സീൻസാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് പോയിന്റ് ഓഫ് വ്യൂ മാറുന്നു. പെട്ടെന്ന് സ്വിങ് ചെയ്യുന്നത് നോർമൽ സ്വിങ് ആണെങ്കിൽ പെട്ടെന്ന് POVയിലുള്ള സ്വിങ്ങിങ് സീൻസ് വരുന്നു. അതൊക്കെ ആക്ച്വലി വളരെ ബെറ്റർ ആയിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് തന്നെ തോന്നും നമ്മളിങ്ങനെ സ്പൈഡർമാൻ സ്വിങ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മളും അതുപോലെ തന്നെ സ്വിങ് ചെയ്യുകയാണോ എന്നുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നും ഇൻഡയറക്റ്റ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള മൂവീസുകളിലൊക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വേർഷനുള്ള സ്വിങ്ങിങ് സീൻസ് ആണ് വന്നിരുന്നത് എന്നതുകൊണ്ട് തന്നെ. പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ക്യാരക്ടർ തന്നെയാണ് മാർക്ക് റഫലോയുടെ ഹൾക്ക്. കുറേ കാലത്തിന് ശേഷം ഹൾക്കിനെ ആ ഒരു ബിഗ് സ്ക്രീനിൽ ഇത്രയധികം പവർഫുൾ ആയിട്ടും എനർജറ്റിക് ആയിട്ടും കാണുവാൻ സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനീഷ്യലി ബ്രൂസ് ബാനർ ആയിട്ട് വരുന്നു, പിന്നീട് പ്രൊഫസർ ഹൾക്കായിട്ട് വരുന്നു, പിന്നീട് സാവേജ് ഹൾക്കായി മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്രിനാലിൻ അത് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഇത് സ്പോയിലർ എന്ന് പറയാൻ പറ്റത്തില്ല. ഓൾറെഡി ട്രെയിലറിലൂടെ ഇവർ ഓൾറെഡി കാണിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും എടുത്ത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അവസാനമായിട്ട് സാവേജ് ഹൾക്കിനെ മര്യാദയ്ക്ക് കാണിച്ചിരിക്കുന്നത് റാഗ്നറോക്ക് മൂവിയിലാണ്. അതിനുശേഷം വന്നിട്ടുള്ള ഇൻഫിനിറ്റി വാറിൻ്റെ തുടക്കത്തിൽ എനിക്ക് കുറച്ച് സെക്കൻഡ്സെങ്കിലും അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് പ്രൊഫസർ ഹൾക്കിൻ്റെ അഴിഞ്ഞാട്ടമല്ലായിരുന്നോ? പുള്ളിയെ കണ്ട് മടുത്തു. അപ്പോൾ എങ്കിലും എന്നിരുന്നാലും നമ്മൾ സാവേജ് ഹൾക്കിനെ കാണുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് യഥാർത്ഥ ഒരു മാർവൽ ഫാന് മാത്രമേ ആ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തുള്ളൂ. അതേ തുടർന്ന് സ്പൈഡർമാൻ്റെ ഒരു സപ്പോർട്ടീവ് ക്യാരക്ടറായിട്ടാണ് പണിഷർ വരുന്നെങ്കിൽ പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ചില മാസ് മൊമെന്റ്സ് ഈ ഒരു എൻ്റെ മൂവിയിൽ കൊടുത്തു എന്നത് നല്ലൊരു ചോയ്സ് ആയിരുന്നു. ഇതിന് മുമ്പേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന പണിഷർ സീരീസുകളൊന്നും കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും പണിഷറിൻ്റെ ബാക്ക് സ്റ്റോറി എല്ലാം ഒരു ബ്രീഫ്ലി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അവസാനം പണിഷറിൻ്റെ ഒരു ചെറിയൊരു ഇമോഷണൽ സാധനമുണ്ട്. അത് താൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലുള്ളത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, സ്പോയിലർ കണ്ടന്റ് ആണ്. എനിവേ, ആ ഒരു സമയത്ത് പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് ലെവലുണ്ട്. സ്പൈഡർമാനുമായിട്ടുള്ള ഇൻട്രാക്ഷനും ആ ഒരു സംഭവങ്ങളെല്ലാം
ആക്ച്വലി വളരെ നൈസായിട്ടുണ്ട്. അവരുടെ ഒരു കോംബോ വളരെയധികം വർക്കായിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്യൂച്ചർ MCUവിലെ കണക്ട് ചെയ്യാനായിട്ട് പോകുന്ന പല കാര്യങ്ങളുടെയും ഒരു ബേസ് ഈ ഒരു മൂവിയിലൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈവൻ ദോ ട്രെയിലറിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഹൾക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്രത്യേക തരത്തിലുള്ള ആ ഒരു ബാൻഡ്. അതുപോലെ തന്നെ സ്പൈഡർമാൻ തൻ്റെ അരക്കനെ DNA കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഫ്യൂച്ചർ MCU മൂവീസിനെ ഡയറക്റ്റായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ മൂവിയിൽ വന്നിട്ടുണ്ടായിരുന്ന സൈഡിസിയുടെ ക്യാരക്ടർ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈവൻ ദോ നമ്മുടെ തന്നെ പല വീഡിയോസിലൂടെ പറഞ്ഞിട്ടുമുള്ളതാണ്. എങ്കിൽ തന്നെയും ഈ ഒരു പുതിയ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ എൻ്റെ MCUവിൻ്റെ തന്നെ ഫ്യൂച്ചറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്യൂച്ചറിൽ MCUവിൽ വരാതിരിക്കുന്ന പല പുതിയ ക്യാരക്ടേഴ്സിനും പുതിയൊരു സൂപ്പർ ഹീറോ ടീമിന് തന്നെ ഒരു ഒറിജിന് കാരണമായിട്ടുള്ള ഒരു അടിസ്ഥാനം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പല കോമിക് പാനൽസിലെ പല കോമിക്കൽ സീൻസും അതുപോലെ തന്നെ എടുത്തു വെച്ചേക്കുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് തന്നെ കാണിച്ചു പോയിട്ടുണ്ട്. അതിൽ പല സീക്വൻസുകളും ഓൾറെഡി ട്രെയിലറിലൂടെ തന്നെ വന്നിരുന്നതുമാണ്. ആക്ച്വലി വളരെ മികച്ച ഒരു മൂവി തന്നെയാണെങ്കിൽ തന്നെയും പലയിടങ്ങളിലും ചില പോരായ്മകളുണ്ട് എന്നത് തന്നെയാണ് ഈ ഒരു മൂവിക്ക് ഒരല്പം നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം എസ്പെഷ്യലി ഈ ഒരു മൂവിയുടെ എൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണ് ഈ ഒരു മൂവിയുടെ പാളിച്ച വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും മൂവിയുടെ ഡയറക്ഷനിലാണെങ്കിലും സിനിമാറ്റോഗ്രഫിയിലാണെങ്കിലും ക്യാമറ ആംഗിൾസിലാണെങ്കിലും ഒരു മയോ ഇല്ലാതെ വളരെയധികം അടിപൊളിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോഴും വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വന്നു. അത് നമുക്ക് ഓൾറെഡി ഈവൻ ദോ ട്രെയിലർ കണ്ടവർക്കോ അല്ലെങ്കിൽ മൂവി കാണുന്നവർക്ക് തന്നെ അത് മനസ്സിലാവും. ഈസിലി നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന പല ട്വിസ്റ്റുകളാണ് ഈ ഒരു മൂവിക്ക് വന്നിരിക്കുന്നത്. ട്വിസ്റ്റുകളുടെ കാര്യം മാത്രമല്ല, ചില ക്യാരക്ടേഴ്സിൻ്റെ സംസാരം ഇത് ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് ഇവിടെയാണ് അവസാനിക്കാമെന്നെങ്കിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മൂവിയിലെ ഹ്യൂമർ സൈഡ്. ആക്ച്വലി ബാക്കിയുള്ള സ്പൈഡർമാൻ മൂവീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അധികമായിട്ടുള്ള ഹ്യൂമർ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ തന്നെയും വളരെ കുറച്ച് ഹ്യൂമർ പാർട്ടേ ഉള്ളെങ്കിലും അത് വളരെ വർക്കാവുന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചതും. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഈവൻ ദോ പണിഷറുടെ സൈഡിൽ നിന്നുമൊക്കെ കൗണ്ടേഴ്സ് വരുന്നത് നമ്മൾ ഒട്ടും തന്നെ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ഇതുവരെ വന്നിട്ടുണ്ടായിരുന്ന സ്പൈഡർമാൻ മൂവീസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൂവിയിൽ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു ഷാഡോ ആയിട്ട്, സെക്കൻഡ് മൂവിയിൽ നിക് ഫ്യൂരി സ്പൈഡർമാൻ്റെ മെൻറ്ററായിട്ട്, തേർഡ് പാർട്ട് ആണെങ്കിൽ ഒരു പരിധി വരെ ഡോക്ടർ സ്ട്രേഞ്ചും ഈ ഒരു ക്യാരക്ടറിനെ ഒരു പരിധി വരെ ഗൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ഈ ക്യാരക്ടേഴ്സ് അതായത് അവരുടെ ആരുടെയും അണ്ടറിലല്ലാതെ ഒരു സോളോ വേർഷനുള്ളൊരു സ്പൈഡർമാൻ, അതായത് താൻ സ്വയം ഡെവലപ്പ് ആവുന്ന ഒരു സ്പൈഡർമാൻ വേർഷനെയാണ് നമ്മൾ ഈ ഒരു മൂവിയിലൂടെ കാണുന്നത്. ഈവൻ ദോ ഫ്രാങ്ക് കാസലിൻ്റെ പണിഷർ ഈ ഒരു മൂവിയിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ സ്പൈഡർമാൻ സപ്പോർട്ടീവായിട്ടാണ് പണിഷർ എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നത്. അവസാനമായി ഈ ഒരു മൂവിയിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു മിഡ് ക്രെഡിറ്റ്സും ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സും മാർവൽ മൂവീസിൽ വരുന്നതാണെങ്കിൽ തന്നെയും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ ഉള്ളൂ. അതും മറ്റേ സ്പൈഡർമാൻ ട്രാക്കർ വെച്ചിട്ടുള്ളൊരു സംഭവം. അതിനെപ്പറ്റി ആക്ച്വലി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ് സീനും എല്ലാത്തിനെയും പറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വന്നു തരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്, ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.